മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ല. 5 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യ രംഗത്ത് എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. കോഴിക്കോട് ദുരന്തം സർക്കാരിന്റെ സൃഷ്ടിയാണ്, ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. സംഭവമുണ്ടായി മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള കരുതൽ നടപടിയും ഉണ്ടായില്ല. ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും തികഞ്ഞ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. കോഴിക്കോട്ടെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ആതുരാലയങ്ങളിൽ എത്തുന്നവരെ കൊലയ്ക്ക് കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ആരോഗ്യ വകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ല. അവർ മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കും. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തണം. കഴിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളും വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല. അങ്ങനെ ചില ആളുകൾ UDF-കാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് BJP പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് 3/4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ആരും അവരെ ട്രോൾ ചെയ്തിട്ടില്ലല്ലോ. അവിടെ വിൻസെന്റ് MLA വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. റഹീമും മേയറും 40 മിനിറ്റ് സ്റ്റേജിൽ ഇരുന്നു. അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. BJPക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും. അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ട്. അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. സർക്കാർ പരിപാടിയുടെ